ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. കല്യാണ വീടുകളിലൊക്കെ കിട്ടാറുള്ള നല്ല എരിവും പുളിയും മധുരവുമുള്ള ഉണക്കമുന്തിരി അച്ചാറാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ വീടുകളിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അച്ചാർ തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് ഒരു 5 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 250 ഗ്രാം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഓയിലിലിട്ട് ഈ ഉണക്കമുന്തിരി ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു തവി കൊണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുന്തിരി നന്നായി ഫ്രൈ ആയി വരും. ഇപ്പോൾ മുന്തിരി നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഇതുപോലെ ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. മുന്തിരിയെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇവ മൂന്നും ഒന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 2 ചുവന്ന മുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതും ഒന്ന് നന്നായി എണ്ണയിൽ വഴറ്റിയെടുക്കുക. ഇവയെല്ലാം ഒന്ന് വഴന്നു വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി തീ കത്തിച്ച് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൽ 3 അച്ച് ശർക്കരയാണ് അലിയിച്ചെടുത്തിട്ടുള്ളത്. ശർക്കരയിൽ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്, അതിനാൽ ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ കടുക് വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായം എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇത് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി ചൂടാറി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരി മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിക്കുക. ഏകദേശം 2-3 ദിവസം മുതൽ നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.
എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.